വടകരയിൽ അധ്യാപകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടകര ജനതാ ഹോസ്പിറ്റലിന് സമീപമുള്ള ഹോട്ടൽ കെട്ടിടത്തിന് മുകളിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കുന്നംകുളം സ്വദേശി KM സോമനാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. രാവിലെ ഭാര്യ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ എടുക്കാത്തതിനാൽ കെട്ടിട ഉടമയെ ബന്ധപ്പെടുകയും കെട്ടിട ഉടമ പരിശോധിച്ചപ്പോൾ മരിച്ച നിലയിൽ കാണപ്പെടുകയുമായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. രാവിലെ ഭാര്യ ഫോൺ ചെയ്ത് കിട്ടാത്തതിനെ കൊണ്ട് രാകേഷ് മകനെ വിളിച്ചപ്പോൾ അവൻ അത്ര കെയർ ചെയ്തില്ല. രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ അത് വന്നിട്ട് റൂമിൽ നോക്കുന്നത്. ആ നോക്കിയ സമയത്താണ് ഇങ്ങനെ ഒരു നഗ്നമായ രീതിയിൽ ബ്ലഡും മലമല്ലായിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോയി നിൽക്കുന്നത്. അതിനുശേഷമാണ് പോലീസുകാരെ ബന്ധപ്പെടുന്നത്. പോലീസുകാർ വന്നത് പിന്നീട് അത് ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ നിലവിൽ നാട്ടിലെ കുന്നംകുളത്ത് നിന്നാണ് അവർ നാട്ടിലൂടെ വന്നിട്ടുണ്ട്. അവരും കൂടെ പോയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പിന്നാലെ അവരുടെ സഹപ്രവർത്തകരായ മറ്റുള്ള ലെക്ചേഴ്സ് എല്ലാവരും കൂടുതൽ പോയിട്ടുണ്ട്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള കുന്നംകുളത്താണ്. മുമ്പ് വടകരയിൽ ആദ്യം മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ആദ്യം വർക്ക് ചെയ്തത്. ആ സമയത്താണ് ഇവിടെ റൂം എടുക്കുന്നത്. പിന്നീട് മൂപ്പർ തലശ്ശേരിയിലേക്ക് മാറി. ഈ സമയത്തും മൂപ്പർക്ക് ഇവിടെ അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൊണ്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അതിന് ഭാഗമായിട്ടാണ് പിന്നെ കാലങ്ങൾ 10 വർഷത്തിന് മേലെ ഇവിടെ നിൽക്കുന്നത്. അല്ലേ? അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സമീർ, നമ്മുടെ CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്.